നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ പുറത്തായ സമയത്ത് അവരുടെ ഐക്കോണിക് പ്ലെയർ നെയ്മർ ജൂനിയർ മാധ്യമങ്ങളെ നോക്കി പറഞ്ഞു, ഞാൻ ഇവിടെയാണ് തുടങ്ങിയത്, ഇവിടെ തന്നെ അവസാനിപ്പിക്കുന്നു എന്ന്. ഞാൻ ശ്രമിച്ചു, ബട്ട് ഇറ്റ്സ് ഓവർ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ ഇപ്പോഴും ഒഫീഷ്യലി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. മാധ്യമങ്ങളോട് അന്ന് അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഒരു ഒഫീഷ്യൽ വിടവാങ്ങൽ കുറിപ്പിടുകയോ അത്തരത്തിലൊരു വീഡിയോ ഇറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞായറാഴ്ചയോടുകൂടി കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണല്ലോ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന ഒരു കാര്യം, നെയ്മറുടെ ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നുള്ള വിരമിക്കൽ, ആ തീരുമാനം ഇറിവേഴ്സിബിളാണ്. അത് മാറ്റാൻ പറ്റാത്തതാണ്. അത് മാറ്റില്ല. നെയ്മർ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഫുട്ബോൾ വിടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി തീരുമാനം എടുക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ രണ്ട് തീരുമാനങ്ങളുണ്ട്. ഒന്ന്, സാൻഡോസിൽ തന്നെ തുടർന്ന് ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, അതെല്ലാം മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ആവണോ എന്നുള്ള ഒരു സംശയം താരത്തിനുണ്ട്. ബട്ട് നെയ്മേഴ്സ് ഡിസിഷൻ ടു ലീവ് ദി ബ്രസീലിയൻ നാഷണൽ ടീം ഈസ് ഇറിവേഴ്സിബിൾ. ബ്രസീലിയൻ ദേശീയ ടീം വിടുക എന്നുള്ള നെയ്മറുടെ തീരുമാനം ഇറിവേഴ്സിബിളാണ്. അതിന് മാറ്റമുണ്ടാവില്ല എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൗവർ, ദി സ്റ്റാർ വിൽ സ്റ്റിൽ പ്ലേ എ ഫെയർവെൽ മാച്ച് ഫോർ ദി നാഷണൽ ടീം ഓൺ ബ്രസീലിയൻ സോയിൽ. അപ്പോൾ ബ്രസീലിൻ്റെ മണ്ണിൽ ഒരു ഫെയർവെൽ മാച്ച്, ഒരു വിടവാങ്ങൽ മത്സരം ദേശീയ ടീമിന് ജേഴ്സി അണിഞ്ഞ് അദ്ദേഹം കളിക്കും എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെയോ പടച്ചു വിട്ടിരുന്നു 2030 വരെ എന്തായാലും നെയ്മർ ജൂനിയർ ഉണ്ടാകും, അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിനെ നയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത്തരത്തിലൊരു സൂചനയും ബ്രസീലിയൻ മാധ്യമങ്ങളിലൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരം എന്ന് പറഞ്ഞാൽ നെയ്മർ ദേശീയ ടീമിൽ നിന്ന് വിടവാങ്ങുക എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. അതിലൊരു മാറ്റത്തിനുള്ള സാധ്യതയില്ല എന്നാണ്. ഏതായാലും 34 വയസ്സിൽ അദ്ദേഹം ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. ആരാധകർ ആഗ്രഹിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം കോപ്പ അമേരിക്ക വരെയെങ്കിലും കളിക്കണമെന്നുള്ളതാണ്. 2010 ബ്രസീലിയൻ ദേശീയ ടീമിന് ജേഴ്സി അണിഞ്ഞ് തുടങ്ങിയ താരം 10-16 കൊല്ലക്കാലം കളിച്ചിട്ട് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അവരുടെ ദേശീയ ടീമിന് വേണ്ടി നേടിയ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കിയിട്ടാണ് മടങ്ങുന്നത്. ഏതായാലും നെയ്മേഴ്സ് ഡിസിഷൻ ടു ലീവ് ദി ബ്രസീലിയൻ നാഷണൽ ടീം ഈസ് ഇറിവേഴ്സിബിൾ. ഇതാണ് റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.